ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുഹാനി ബീവിയോട് പറഞ്ഞു, ഹല്ലിലി മിഅത്ത തഹ്ലീല, ഹല്ലിലി മിഅത്ത തഹ്ലീല, ഉമ്മുഹാനിയെ 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കോ. ഫഇന്നഹാ 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ ലാ തദറു ദംബൻ, അതൊരു ദോഷത്തെയും ബാക്കിയാക്കുകയില്ല. വലാ യസ്ബിഖുഹാ അമലുൻ, അതിന്റെ മേലെ ഒരു അമൽ കിടക്കുകയുമില്ല. തിജാനി രാവിലെയും ചെല്ലും വൈകുന്നേരം ചെല്ലും. ആര് പറഞ്ഞു? മുത്തുനബി. ആരോട് പറഞ്ഞു? ഉമ്മുഹാനി ബീവിയോട് പറഞ്ഞു. മനസ്സിലായില്ലേ? ചിന്തിക്കണം. തിജാനി ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോളി. ഇതിൽ ഒളിച്ചു മാറി പറഞ്ഞ ഒന്നുമില്ല. പിന്നെ നാട്ടിലെ എല്ലാ ജനങ്ങളും സർട്ടിഫിക്കറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിജാനിയാൻ കഴിയില്ല. നിങ്ങൾ തിജാനിയാകെ എനിക്ക് ബന്ധമില്ല. ഇത് നിങ്ങൾ വിചാരിച്ച കാലമല്ല, കാലം നശിച്ചിട്ടുണ്ട്. നിങ്ങൾ അലൈക്കും ബിഅസ്രി ഷജറ, മുരടുള്ളോടത്ത് പിടിച്ചോളി എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ലോകാവസാന കാലത്ത് ജീവിക്കണമെങ്കിൽ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അലൈക്കും ബിഅസ്രി ഷജറ, മുരട്ട് പിടിച്ചോളിട്ടോ. ഇത് മുരടാണ്. ഇതിനെൻ്റെ അപ്പുറം എന്താ? ഇസ്തിഗ്ഫാർ മുരണ്ട, പിന്നെ സ്വലാത്ത് മുരണ്ട, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വേറൊരു സംഗതി തിജാനിയത്തിലില്ല, ഒന്നുമില്ല. ഹല്ലിലി മിഅത മറ, ഹല്ലിലി മിഅത മറ, 100 വട്ടമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കോ ഉമ്മുഹാനി. ഫഇന്നഹാ, 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ ലാ തദറു ദംബൻ, ഒരു ദംബിനെയും ഒരു ദോഷത്തെയും അത് ഉപേക്ഷിക്കുകയില്ല, ഇട്ടുപോകില്ല. ഒരു ദോഷം ഇനി അവിടെ കിടക്കൂല. 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ എല്ലാം തീരും. ഒരു ദോഷം പോലും ഞാൻ അവിടെ ബാക്കിയായി കിടക്കൂല. വലാ യസ്ബിഖുഹാ അമലുൻ, ഒരാൾ 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ വലാ യസ്ബിഖുഹാ, അതിനെ മറികടക്കുകയില്ല അമലുൻ, മറ്റൊരു അമൽ. ഇതാര് പറയാ? ഹബീബായ റസൂലുള്ളാഹ്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു വളരെ ഹസനായ ഇസ്നാദോടുകൂടി ഹദീസ് രേഖപ്പെടുത്തി. എന്ന് ഒരു റിവായത്ത് ഇങ്ങനെയാണ്, ഒരു റിവായത്ത് ഇങ്ങനെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഅത മറ ഫഹുവ ഖൈറുൽ ലകി മിമ്മാ അത്ബഖത്തിസ് സമാ അലൈഹി സമാഉ വൽ അർളു. ആകാശഭൂമിയിൽ ഉള്ളടങ്ങിയ എന്തിനേക്കാളും നിനക്ക് നല്ലത് 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലലാണ് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. വലാ യുർഫഉ യൗമഇദിൻ അമലുൻ, അന്ന് ഒരു അമലും ഉയർത്തപ്പെടുകയില്ല. അഫ്ളമാ യുർഫഉ ദാലിക, അതിനെ ഉയർത്തപ്പെടുന്നതിനേക്കാൾ മെച്ചമായിട്ട് വേറൊരു അമലും അന്ന് ഉയർത്തപ്പെടൂല. ഒരു ദിവസം ഏറ്റവും ഉയർത്തപ്പെടുന്ന അമൽ ഏതാണ്? 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് രാവിലെ തിജാനി ചെല്ലും, വൈകുന്നേരം തിജാനി ചെല്ലും, പിന്നെ വളീഫയിൽ 100 വേറെയും ചെല്ലും. അപ്പൊ എത്ര തേലിലായി ദിവസം? 100 100 100 100 300ആയി. ഓരോന്നിനും 100. ഒരു തവണ 100, ഒരു തവണ 100, ഒരു തവണ 100. അതേതാണ് ആ വാക്ക്? ആ വാക്ക് അങ്ങനത്തെ ഒരു വാക്കാണ്. അതിന്റെ മേലെ ഇനി വേറൊന്നുമില്ല. നോക്കിക്കള അതിന്റെ കൃത്യത. രാവിലത്തെ വിരുദിൽ 100 വട്ടം തേലിലും, പിന്നെ വൈകുന്നേരത്തെ വിരുദിൽ 100 വട്ടം തേലിലും. പിന്നെയോ, പിന്നെ വളീഫ എന്ന അമലുണ്ട്, 24 മണിക്കൂറിനുള്ളിൽ ചെയ്തിരിക്കണം, എല്ലാ ദിവസവും ഉണ്ടാവും. അതിൽ 100 വട്ടം തേലിലുണ്ട്. അപ്പം നിർബന്ധമായും കയ്യിൽ കൈവച്ച് ബൈഅത്ത് ചെയ്യാം, ഞാനത് ചെയ്തോളാം, ഞാൻ നന്നാക്കാൻ നോക്കിക്കോളാം. അപ്പൊ ഈ അബ്ദ് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് നിർബന്ധമായി 300 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. എന്താ കേൾക്കേണ്ടത്? നിർബന്ധമായത്, നിർബന്ധം നെതിറാണത്, നേർച്ചയാണ്. ഒരു അമലിനെ നേർച്ചയാക്കണം. എന്തിനാ? അതിന് ഫർദിന്റെ കൂലിട്ടാനാണ്. നമ്മൾ നേർച്ചയാക്കിയതാണ് ഇത്. ഈ അമലൊക്കെ നേർച്ചയാണ്. അതുകൊണ്ട് നമുക്ക് ഖളാ വരും. ഒരു സുന്നത്ത് ഖളാ വീട്ടേണ്ടതില്ല. അതേസമയത്ത് ഫർദാണെങ്കിൽ ഖളാ വീട്ടണം. തിജാനിയത്തിന് അമലൊക്കെ ഖളാ ആയാൽ ഖളാ വീട്ടണം. കസ്സലാത്ത് നിസ്കാരം പോലെ. എന്തുകൊണ്ട്? ഇത് നേർച്ചയാക്കിയതാ. ഇതൊരു ആളുടെ കയ്യിൽ, ആളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളെ കയ്യിൽ കൈവച്ച് ബൈഅത്ത് ചെയ്യുന്നതോടുകൂടെ ഈ അമലുകളും ഈ അമൽ പ്രവർത്തനങ്ങളും ഈ രീതികളും നിനക്ക് നേർച്ചയാണ്, ചെയ്തിരിക്കാം. അപ്പൊ പിന്നെ ചെയ്തിരിക്കാൻ പറ്റില്ല. എന്തിനാ നേർച്ചയാക്കണേ? ഇൽത്തിസാമു ഖുർബത്തിൻ ലൻ തതഅയ്യൻ, ഇതിനാണ് നേർച്ച അറിയാം. നിർബന്ധമല്ലാത്തൊരു കാര്യത്തിൽ നിർബന്ധമാക്കുക. എന്തിന്? സുന്നത്തിന് എന്തിൻ്റെ കൂലിയിട്ടാൻ? ഫർദിൻ്റെ കൂലിയിട്ടാൻ. അതിനെ നേർച്ച. ഇതിനെ അപ്പം നമ്മൾ ഉളുഹിയ്യത്തിന് നേർച്ചയാക്കണം. ഉളുഹിയ്യത്ത് സുന്നത്താണ്, എനിക്ക് ഫർദിൻ്റെ കൂലിയിട്ടണം.
ചില മഹാന്മാർ എന്ത് ചെയ്യുന്നറിയാം, നേരം വെളുത്താൽ അന്നത്തെ സുന്നത്ത് നിസ്കാരങ്ങൾ മുഴുവൻ നേർച്ചയാക്കും. എത്ര ക്ഷീണം വന്നാലും അത് അങ്ങനെ ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട്. വലിയ വലിയ ആളുകൾ, കാരണം അവർക്ക് വലിയ അധ്വാനങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ദീർഘസ്ഥലത്തന്നെ ഉണ്ടാവും, പ്രഭാഷണം ഉണ്ടാവും, മറ്റു പലതും ഉണ്ടാവും. അപ്പോൾ അവർക്ക് സുന്നത്ത് നിസ്കരിക്കാൻ ശരീരം സമ്മതിക്കൂല, ക്ഷീണം ഉണ്ടാവും. അപ്പോൾ അവർ നേർച്ചയാക്കും, സുബഹിയോടുകൂടെ നേർച്ചയാക്കും, തഹജ്ജുദ് നേരത്തെ നേർച്ചയാക്കും, നാളത്തെ സുന്നത്ത് മുഴുവനും എനിക്ക് നേർച്ചയാണ്. അപ്പോൾ അതെന്തായി? നിർബന്ധമായി. അപ്പോൾ ഇനി എന്തിൻ്റെ കൂലിട്ടും? ഫർദിൻ്റെ കൂലിട്ടും. തിജാനിയത്തിന് അമൽ മുഴുവൻ ഫർദാണ്. ഫർദായാലോ 70, 700, 7000, 70,000 ഒക്കെ കിട്ടും ഒരു സുന്നത്തിന്. കാരണം നേർച്ചയാണ്, ഫർദാണ്. ഫർദിൻ്റെ കൂലി എണ്ണിയ കണക്കാക്കാൻ കഴിയില്ല. സുന്നത്തന്നെ ഒരു ഫർദാക്കും. എന്തിനും അത് അതിന് വലിയ കൂലി കിട്ടാൻ വേണ്ടി. അങ്ങനെ സുന്നത്ത് പക്ഷെ ഫർദാക്കി. ഞാൻ ചെയ്തോളാം, പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റൂല. അപ്പൊ നമ്മള് ഒരു തിജാനി നിങ്ങൾ ചിന്തിക്കി, തിജാനി ഇസ്തിഗ്ഫാർ ചെയ്ത് 100 ഇസ്തിഗ്ഫാർ, പിന്നെ എന്ത് ചെയ്യും? പിന്നെ 100 വട്ടം, പിന്നെ 30 വട്ടം ഇസ്മുൽ ആളമോട് കൂടെ ഇസ്തിഗ്ഫാർ, പിന്നെ സ്വലാത്ത് 100, പിന്നെ 50 സ്വലാത്തുൽ ഫാത്തിഹ നിർബന്ധം. ലാ ഇലാഹ ഇല്ലല്ലാഹ് 300 നിർബന്ധമായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് 300 വട്ടം ചൊല്ലും ദിവസം. പിന്നെ സ്വന്തമായി ചെയ്യുന്ന വേറെയും ചെയ്യും. ഏറ്റവും ചുരുങ്ങിയ 300 വട്ടം. അപ്പോൾ 10 ദിവസം ആകുമ്പോഴത്തിന് ഒരു തിജാനിക്ക് എത്രയായി? 3000 തൈലിലായി. ഏത് തൈലിൽ? വാജിബായ തൈലിൽ. എന്തല്ല? സുന്നത്തല്ല. 10 ദിവസം, 100 ദിവസമാകുമ്പോൾ 30,000 നിർബന്ധമായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 ദിവസം ആകുമ്പോഴത്തിന് 10 ദിവസത്തിന് 3000. അപ്പോൾ ഒരു മാസത്തിൽ 9,000-ഓളം തൈലിയിൽ എങ്ങനെ ചൊല്ലും? നിർബന്ധം ചൊല്ലും. അത് നിർബന്ധമാണ്. സുന്നത്ത് വരെ ചൊല്ലും. വെള്ളിയാഴ്ച അസറിന് ശേഷം 1000 ചൊല്ലും. അത് നിർബന്ധമാണ്. വെള്ളിയാഴ്ച അസറിന് ശേഷം 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. ഞാൻ ഇന്നലെ ചൊല്ലിയിട്ടുണ്ട്, ഇന്ന് ശനിയാഴ്ചല്ലേ. ഇന്നലെ അസറിന്റെ ശേഷം. ഏതാ അസർ? അഫ്ദലുൽ ഔഖാത്തിൽ ജുമുഅ. ഒരാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഏതാ? അസ്ർ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച അസ്ർ. അന്നൊരു തിജാനിക്ക് അൽ കലിമത്തുൽ മുശറഫ അൽഫ മറ ഔ അക്സർ, 1000 കൂടുതൽ വല്ല. ഞാൻ ഇന്നലെ 1000 കൂടുതൽ ചൊല്ലിയാണ്. ഇന്നലെ അസ്റിന് ശേഷം മാത്രം. അപ്പൊ വെള്ളിയാഴ്ച ഈ 300 അല്ലേ വരിക? എത്ര വരും? 1300-ലേറെയാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ തന്നെയല്ലേ? വാജിബാണ്, സുന്നത്തല്ല, വാജിബാണ്. ചിന്തിക്കേ, നന്നാകാനുള്ള കാര്യം. പിന്നെ ഇപ്പൊ എല്ലാ മനുഷ്യന്മാരും നല്ലോനായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരാളെ പറ്റി കേട്ടിട്ട് നല്ലതാണെന്ന് എല്ലാവരും പറയാം. അത് നല്ലതാണ്, തിരക്കടില്ല എന്ന് പറയുകയാണെങ്കിൽ അത് കേട്ടിട്ട് എനിക്ക് അയക്ക് കൂടാൻ കഴിയൂല. ഉദാഹരണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്ന സമയത്തും ആള് ശരിയില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു സംഘം ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരാണ് മുസൈലമത്തുൽ കദ്ദാബിൻ്റെ അനുയായികൾ, അസ്വദുൽ അനസിൻ്റെ അനുയായികൾ, സജാഹിൻ്റെ അനുയായികൾ. അള്ളാഹു റസൂൽ ജീവിക്കുന്ന കാലത്ത് ഒരുണ്ട്. റസൂലുള്ളാഹി മിൻ മുഹമ്മദ് റസൂലില്ലാഹി ഇലാ മുസൈലമത്തുൽ കദ്ദാബ് എന്ന് റസൂല കത്തെഴുതിയിട്ടുണ്ട്. ഓൻ പറയുന്നത് റസൂല ശരിയില്ല എന്നാ. ലോകത്തെ എല്ലാവരും ഒരു പറയണം, ഒറ്റ നല്ലോനാന്ന് പറഞ്ഞാൽ ഓനെ അമ്മായി എന്ന് പറയാം. അള്ളാഹു റസൂൽ നല്ല ആളാന്ന് എല്ലാവരും കൂടി പറഞ്ഞു? ഇല്ല. അന്തള്ളവർ പറഞ്ഞു, അന്തല്ലാത്തവരൊന്നും ശരിയില്ല എന്നറിയാം. പറയും ചിലർ വിചാരിക്കാം എല്ലാവരും പറയട്ടെ, എല്ലാവരും പറയട്ടെ, എനിക്ക് അങ്ങനത്തെ സാധനം ഉണ്ടാവില്ല. അമ്മായിയത്ത് ഉണ്ടാവും, ഒരു നന്മ ഉണ്ടാവില്ല. ഏത് നന്മക്കും എതിരുണ്ടാവും. ലോകത്തെല്ലാവരും അംഗീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഖുർആൻ പറയാൻ കഴിയൂല. വലിയൊരു ശതമാനം എതിരായിരിക്കും. ശരിയായ നബി മരിക്കുക, കള്ളനും കൂട്ടനും പറയാണ് ആ ആള് ശരിയില്ല. അവര് ജീവിച്ചിരിക്കുമ്പോൾ നബി വഫാത്താകുക. പിന്നെ അവരെ അമർച്ചയാണ് ചെയ്യുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാവരും പറഞ്ഞു നബി തിരക്കടില്ല. എന്നിട്ടാണോ നബി ഇവിടെ ജീവിച്ച് വഫാത്തായത്? ഒരു സംഘം ആളുകൾ പറഞ്ഞു. അന്തോൽക്കുണ്ട്,
എല്ലാത്തിനും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നബിന്റെ കാലത്ത് ആകാൻ നന്നായി. കാരണം എല്ലാവരും കൂടി സർട്ടിഫിക്കറ്റ് ഇട്ട് നമുക്ക് നബിനെ വിശ്വസിക്കാൻ കഴിയൂല. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതന്നെ തിജാനിയത്ത്. ഞാൻ ഇതിന്റെ ഖുലാസത്തുൽ കലാം പറയാണ്, ഇതാണത്. ആഖിർ സമാനം ഒന്നുമില്ല തന്നെയല്ലേ പരിശുദ്ധ ഖുർആനും പരിശുദ്ധ ഇസ്ലാം പരിശുദ്ധ സുന്നത്തും. എന്നാൽ മനുഷ്യന്മാരെ മനസ്സിൽ, ഞാൻ പറഞ്ഞില്ലേ, മനസ്സിൽ ഇതൊന്നും കേറാത്തവരുണ്ട്. ഇതൊന്നും ചില ആളുകൾക്ക് അത് കൽബിൽ കയറൂല. ഒരു നന്യാ പിന്നാന്ന് പറയും. سأصرف عن آياتي الذين يتكبرون في الأرض بغير الحق وإن يروا كل آية لا يؤمنوا بها وإن يروا سبيل الرشد لا يتخذوه سبيلا وإن يروا سبيل الغي يتخذوه سبيلا ذلك بأنهم كذبوا بآياتنا وكانوا عنها غافلين. അഅറാഫിൽ 146 ആയത്ത്. സഅസ്രിഫു, ഞാൻ തെറ്റിത്തിരിക്കും, അൻ ആയാത്തി, എൻ്റെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട്, അല്ലദീന, ഒരു വിഭാഗം ആളുകളെ, യതകബ്ബറൂന ഫിൽ അർളി, ഭൂമിയിൽ അവർ അഹങ്കരിച്ച് ജീവിക്കും, ബിഗൈരിൽ ഹഖ്, ഒരു ന്യായവുമില്ലാതെ അഹങ്കരിക്കും. അതും ശരിയില്ല, ഇതും ശരിയില്ല, അതും ശരിയില്ല, ഇതും ശരിയില്ല എന്ന് പറഞ്ഞ നടക്കും കുറച്ച് ആളുകൾ. 140 അസ്രിഫു, ഞാൻ തന്നെ തിരിച്ചു കളയും, അൻ ആയാത്തി, എൻ്റെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട്, അല്ലദീന, ഒരു കൂട്ടം ആളുകളെ. അവർ പണ്ഡിതന്മാരാവും, അവർ നേതാക്കളാവും, അവർ സയ്യിദന്മാരാവും, അവർ പലരും ആവും. അവർക്ക് ഹക്കായ വഴിയിലെത്താൻ കഴിയില്ല. ചിന്തിക്ക്, ഹക്കായ വഴിയിൽ അവർക്ക് എത്താൻ കഴിയില്ല. എന്ത്? അവരഹങ്കരിച്ചു. സഅസ്രിഫു, ഞാൻ തിരിച്ചു കളയും. സഅസ്രിഫു, ഞാൻ തിരിച്ചു കളയും, അൻ ആയാത്തി, എൻ്റെ ആയത്തുകളെ തൊട്ട്, എൻ്റെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട്. ഇതൊക്കെ അള്ളാഹിൻ്റെ ആയത്തുകളാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം, ശാഫിഈയത്ത് ഒരു അള്ളാഹിൻ്റെ ദൃഷ്ടാന്തം. അതേപോലെ തന്നെയാണ് അശ്അരിയത്ത് അള്ളാഹിൻ്റെ ദൃഷ്ടാന്തം, ഖാദിരിയത്ത് അള്ളാഹിൻ്റെ ദൃഷ്ടാന്തം, തിജാനിയത്ത് അള്ളാഹിൻ്റെ ദൃഷ്ടാന്തം, റിഫായത്ത് അള്ളാഹിൻ്റെ ദൃഷ്ടാന്തം. എന്നാൽ ചില ആളുകളെ എൻ്റെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് ഞാൻ തിരിച്ചു കളയും. എന്താണ് ആ ആളുകളെ പ്രശ്നം? അല്ലദിനെ യതകബ്ബറൂന, അവർ അഹങ്കരിക്കുന്നവരാണ്. ഫിൽ അർദി, ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കും. എല്ലാത്തിനും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും. അത് ശരിയില്ല, അത് ശരിയില്ല, അത് ഖുർആൻ സുന്നത്ത് മതി, മറ്റേത് മതി. ഒരു കൂട്ടർ അങ്ങനെ പറയും, ഒരു കൂട്ടർ ഓരെപ്പോലെ പറയും. അതിന് വാബി എന്നറിയും, ചിലർ സ്വാബി എന്നറിയും. ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് തലക്കെട്ടുണ്ടാവും, അവർക്ക് തലക്കെട്ടിൻ്റെ ഉള്ളിൽ തൊപ്പിണ്ടാവും. ചിലപ്പോൾ തൊപ്പിൻ്റെ മേലെ റസൂലുള്ളാഹിന്റെ നാലിൻ്റെ അടയാളം ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അതും ഉണ്ടാവും. അതൊന്നും ഇടാൻ പറ്റൂല എന്ന് ടൈലർ പറയില്ലല്ലോ. അതൊക്കെ ഉണ്ടാവും. കുപ്പായ ഉണ്ടാവും, കോട്ടുണ്ടാവും, പാട്ടുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ അവന് അഹങ്കാരം കൂടി ഉണ്ടാവും. അഹങ്കാരം ഉണ്ടാവുമ്പോൾ ഹക്കായ വഴിയിൽ നിന്ന് തൊട്ട് അള്ളാഹു അവരെ തെറ്റിദ്ധരിക്കും. സാസിരിപ്പ്, ഞാൻ തിരിച്ചു കളയും, ഞാൻ ആയാത്തിന്റെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട്. അല്ലതിന് അവർ കൂട്ടരെ യതകബ്ബറൂന, അവർ അഹങ്കരിച്ച് നടക്കും, ഫിൽ ഭൂമിയിൽ, ബിഗൈരിൽ ഹഖ്, ഒരു അർഹതയുമില്ലാതെ, ഒരു നീതിയുമില്ലാതെ. وَإِن يَرَوْا كُلَّ آيَةٍ لَا يُؤْمِنُوا بِهَا, എത്രത്തോളം തെളിവുകൾ കിട്ടിയാലും അവർ വിശ്വസിക്കുകയില്ല. ഇതൊക്കെ പറഞ്ഞിടത്തോളം വിശ്വസിക്കൂല. എന്നാലും എന്തെങ്കിലൊന്ന് പറയും, എന്തെങ്കിലും പറയും. ഉസ്താദ് സമ്മതിക്കാതെ, ഞാൻ ഉസ്താദിനെ ഹിദായത്ത് കിട്ടിയിട്ടുണ്ടെന്ന് ഏത് വാപ്പ എന്നോട് പറഞ്ഞു? ഉസ്താദിനും ആണല്ലോ ഹിദായത്ത്. എൻ്റെ ഉസ്താദിന് ഹിദായത്തിൻ്റെ ആര് പറഞ്ഞു? ഇത് മുഅ്മിനീങ്ങളായ ഹിദായത്തുള്ള മുഅ്മിനീങ്ങളെ മാർഗമാണെന്ന് ലോകമാകെ പറഞ്ഞു, മുഅ്മിനീങ്ങൾ പറഞ്ഞു. എല്ലാ തെളിവുകളും കിട്ടിയാലും വിശ്വസിക്കൂല. ഒരു മുഅ്മിനായ മനുഷ്യന് മനസ്സിലാക്കാനുള്ള എല്ലാ തെളിവുകളും കിട്ടി, എന്നാലും വിശ്വസിക്കില്ല. അവർ കണ്ണ് കണ്ടാലും, കുല്ലായത്തിൻ, എല്ലാ തെളിവുകളും കണ്ണിൽ കണ്ടാലും അതൊരു വിശ്വസിക്കൂല.
നേർമാർഗത്തെ അവർ കണ്ണിൽ കണ്ടാലും ആ മാർഗത്തെ അവർ മാർഗമാക്കുകയില്ല. അവർ കണ്ടാലും സബീല റുഷ്ദി, നേർമാർഗത്തെ, വിവേകത്തിന്റെ നേർമാർഗത്തെ അവർ കണ്ണിൽ കണ്ടാലും ലാ യത്തഖിദൂഹു സബീല, അവർ അതിനെ മാർഗമായി തിരഞ്ഞെടുക്കുകയില്ല. വഴികേടിന്റെ മാർഗത്തെ അവർ കണ്ണിൽ കണ്ടാൽ യത്തഖിദൂഹു, അതിനെ, ആ വഴിയെ, വഴികേടിന്റെ മാർഗത്തെ അവരാക്കും സബീലൻ, മാർഗമാക്കും. വഴികേടിന്റെ മാർഗം കണ്ടാൽ ഒരു മാർഗമാക്കും. യഥാർത്ഥ വഴിയുടെ ദൃഷ്ടാന്തങ്ങൾ ഇഷ്ടംപോലെ കിട്ടിയാലോ വിശ്വസിക്കില്ല. വഴികേടിന്റെ മാർഗത്തെ കണ്ടാൽ അതിന് വഴികേട് മാർഗമാക്കുകയും ചെയ്യും. വാബികളൊരു കാര്യം പറഞ്ഞാൽ അവര് അംഗീകരിക്കും, അതുപോലെ വെറുതെ പറയുന്നത്. ഭാബ്യകൾ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു വെറുതെ പറയുന്നത്. എല്ലാ സുന്നി ഗ്രൂപ്പുകളിലും വാബികളുടെ ഓരോ കഷ്ണം വയലുകൾ എനിക്കുണ്ട്. ചില അന്തല്ലാത്തൊരു അയച്ചു വരുന്നത്. നിങ്ങൾ ദയവായി നിങ്ങൾക്ക് എനിക്കോ ആരും അയച്ചു തരരുത്, എനിക്ക് അതിൻ്റെ ആവശ്യം. എന്നിട്ട് ഓരോ ക്ലിപ്പുകൾ, വാബികൾ പറഞ്ഞ ക്ലിപ്പുകൾ വിടുക. ഇവനാരാ? ഇപ്പൊ പക്ക വഹാബി. എടാ വാബി നേരെ വന്നാലും വിശ്വസിക്കരുത്. എന്തുകൊണ്ട്? കസൂബാണ്, കള്ളനാണ്. ആയത്തുൽ കുർസി ഓതിത്താകുമ്പോ പിന്നെ സഹാബിക്ക് ഓതി കൊടുത്തു. ആര്? ഇബ്ലീസ്, ശൈത്താന്. ശൈത്താൻ ഓതി കൊടുത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് പറഞ്ഞു. റസൂലുള്ളാഹി എന്ത് പറഞ്ഞു? ഓൻ ആള് കള്ളനാണ്, ഓൻ പെരുങ്കള്ളനാണ്. ഓന്റെ ഉദ്ദേശം ബാത്തിലാണ്. ഓന്റെ ഉദ്ദേശം കലിമത്തു ഹഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ. ഓൻ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഓന്റെ ലക്ഷ്യം പറയാണ്. വഹാബിന്റെ ക്ലിപ്പ് തന്നെ മുറിച്ചു വിടണം എല്ലാ സുന്നി ഗ്രൂപ്പിലും. ഇനി സുന്നി എന്തെങ്കിലും പറഞ്ഞാലോ അതോ മത്സരി. വഹാബികൾ പറയണം, അതോല് വെറുതെ പറയണം. അതേതെങ്കിലും ഡോക്ടറോ മാസ്റ്റർ എന്തെങ്കിലും മാസ്റ്റർമാരാണ് പറയേണ്ടത്. മൂല്യന്മാർ പറഞ്ഞാൽ വിശ്വസിക്കൂല. മാസ്റ്റർ, ജമിയത്തുൽ മാസ്റ്റരിയിൽപ്പെട്ട ആളുകൾ പറയണം. മാസ്റ്റർ പറഞ്ഞാൽ വിശ്വസിക്കും. മാസ്റ്ററാണ്, എഞ്ചിനീയറാണ്, അപ്പൊ വിശ്വസിക്കും. മൂല്യരോ വിശ്വസിക്കും. അപ്പൊ ജമിയത്തുൽ മാസ്റ്റരിയിൽപ്പെട്ട ആളുകൾ പറഞ്ഞാലും വിശ്വസിക്കുള്ളൂ. മറ്റോ മാസ്റ്ററാണ്, വഹാബിയാണ്, ഓൻ എന്താ പറയാ, ഓന് എന്താ പേരുണ്ടല്ലോ, ഇപ്പൊ എന്തോ പറയാലോ, എന്താണ് മോന് വലിയ എന്താ കൗൺസിലറാണ്, കൗൺസിൽ നടത്തണ വലിയ ആളാണ് ഓൻ പറയാം. അപ്പം തലയിൽ തൊപ്പിടാത്ത, തലയിൽ മണ്ടിയിൽ മുടിയില്ലാത്ത ചില ആളുകളൊക്കെ പറയുന്ന വേളാണ് സുന്നികളിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തേക്കണം. എന്ത് സുന്നിയാണോ വിശ്വസിക്കില്ല, ഭാവിയാണോ വിശ്വസിക്കും. എല്ലായിടത്തും ഫുള്ള് നിങ്ങൾ ചെയ്യാൻ ചില നിങ്ങൾ നിങ്ങൾ ഇന്നൊക്കെ വിചാരിച്ചു പോന്നാളി. നിങ്ങളൊരു സുന്നി ഗ്രൂപ്പിലും കൂടെ ഉണ്ടാകും. ഞാനൊരു ഗ്രൂപ്പിലില്ലല്ലോ, ഞാൻ ഒരു ഗ്രൂപ്പിലുമില്ല. നിങ്ങൾക്ക് അല്ലാഹുത്തആല ഹക്കായി മാർഗം തന്നിട്ടില്ലേ? എല്ലാ സുന്നി ഗ്രൂപ്പിലും ഈ വഹാബികൾ മുറിച്ചു വിടുന്നത്. എന്നാ ഒരു വാബി ഒരു സുന്നി ഗ്രൂപ്പിൽ ഒരു നല്ല മനസ്സോടുകൂടെ ഒരു സുന്നിന്റെ പ്രസംഗം കേൾക്കോ അതിനെ വിമർശിക്കാൻ വേണ്ടിയല്ലാതെ. നിങ്ങളൊക്കെ എത്ര വലിപ്പുണ്ടല്ലോ സുന്നിയാളെ. ഓന്റെ തല ശൈത്താനായിട്ടല്ലോ വാബിയായത്. അല്ല ഓന്റെ തല ശൈത്താൻ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയോ വാബിയോ? അല്ല ഓന്റെ തല ശൈത്താൻ ഇല്ലെങ്കിൽ ഓന്റെ തലയിൽ മലക്കാണല്ലോ. അപ്പൊ വാബിസല്ലേ നല്ലത്? നിങ്ങൾക്ക് ചെലവ് കഴിഞ്ഞ് പോകാനുള്ള സുന്നിനെ പറ്റിയല്ലേ ഞാൻ പറയണത്, അള്ളാഹിന്റെ ഹക്കായതിനെ പറ്റിയാണ്. ഇപ്പം നിങ്ങൾക്ക് ചെലവ് കഴിഞ്ഞ് പോകാനുള്ള സുന്നിയാണ്. നിങ്ങളെ ജീവൻ നിങ്ങൾക്ക് പിന്നെ ചെലവ് കഴിഞ്ഞ് പോകണം. നിങ്ങൾക്ക് തവളനെ പോലെ സ്റ്റേജ് മകാരി കുത്തിരിക്കണം. അതിനാണ് നിങ്ങളെ സുന്നി. അള്ളാഹുവിലേക്കുള്ള മാർഗ്ഗമാണെങ്കിൽ നിങ്ങൾ വഹാബിനെ ഒഴിവാക്കണ്ടേ? ഈ വഹാബിന്റെ ക്ലിപ്പ് എന്തിനാ നിങ്ങൾ വിടുന്നത്? അത് ഓന്റെ തലയിൽ ചെയ്ത്താനല്ലേ. കലിമത്തു ഹക്കിൻ ഓൻ പറഞ്ഞ ചിലപ്പോൾ നേരെ ഇരിക്കും, പക്ഷെ ഉരീദ ബിഹൽ ബാത്തിൽ അവന്റെ ലക്ഷ്യം വഹാബിയത്തിലേക്ക് ജനങ്ങൾ ക്ഷണിക്കലാണ്. അത് ഷബീർ ഒയ്യല്ലേ, വഴികേടിന്റെ മാർഗമല്ലേ. അല്ലത് വഴികേടല്ലെങ്കിലോ എന്നാ പിന്നെ നിങ്ങളൊക്കെ വഹാബി ആയിക്കോളി. പിന്നെ എന്തിനാ നിങ്ങളെ മൂത്താപ്പ ഇവിടെ സമസ്താരണ സാധനം ഉണ്ടാക്കിയത്? വഹാബികളൊക്കെ ശരിയാണ്, നമ്മളെ നേതാവും മുല്ലക്കത്തങ്ങൾ അതേ എങ്ങനെയാണ് കൊണ്ട് നടക്കുക? എനിക്കിപ്പോൾ തിരിയുന്നില്ല, ഒന്നും തിരിയില്ല. ഞാൻ ഇപ്പോൾ ഒരു അന്തം പോയ അവസ്ഥ.
വാബികളൊക്കെ പറഞ്ഞാൽ നമുക്ക് ശരിയാണ്, മുല്ലക്കോയത്തങ്ങൾ മാനമാണ്. അതെങ്ങനെയാണ് നടക്കുക? അജല് വരെ നിങ്ങളൊക്കെ ഇടയിൽ ജീവിക്കണമല്ലോ എന്നുള്ള എൻ്റെ ബേജാറ്. ഇനി പോയാലോ എന്നും ഉണ്ട്. പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുക ഇതൊക്കെ. അപ്പൊ ഈ ഭാവി പറഞ്ഞിട്ട് ഓൻ സമ്മതിച്ചിട്ട് എൻ്റെ എനിക്ക് തിജാനി ആകണമെങ്കിൽ, അല്ലെങ്കിൽ കാതിരി ആകണമെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടി ആകണമെങ്കിൽ ഇതൊക്കെ ഹക്കായ മഴികളല്ലേ. എവിടെയെങ്കിലും പോയി പറ്റ്. കാലം അപകടത്തിലാണുള്ളത്. എന്താണ് അപകടത്തിൻ്റെ കാലത്ത് ചെയ്യേണ്ടത്? അലൈക അസ്ലി ഷജറ, മരക്കുറ്റി പിടിച്ചോ. ഇത് മരക്കുറ്റിയ. ഞാൻ ഷാഫി മദ്ഹബില, അത് മരക്കുറ്റിയ. ഞാൻ അശ്അരി ത്വരീഖത്തുകാരനാ, അത് മരക്കുറ്റിയ. ഞാൻ തിജാനിയ, അത് മരക്കുറ്റിയ. അത് മര. 3 സാധനമാണ് ദീന്: അൽ ഇസ്ലാമു വൽ ഈമാനു വൽ ഇഹ്സാൻ. 3 കാര്യം. ആ 3 മരക്കുറ്റിമ പിടിച്ചോ. മറ്റത് ഹവയ. എന്ത്? ഓന് തോന്നിയത് വല്ല മാന വെച്ചിട്ട് തോന്നിയ നിയമം മനസ്സിലാക്കി തോന്നിയ മാതിരി ജീവിക്കുക. അവന് തോന്നിയ മാതിരി. നമുക്ക് തോന്നിയതല്ല. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് തോന്നിയതല്ല, അതിന് നിയമങ്ങളുണ്ട്. നമ്മളൊരു വഴിക്ക് പോകണ്ടെങ്കിൽ അതിന് നിയമമുണ്ട്. അത് ഷാഫി മാമ പോയ വഴിയാണ്, അത് ഹനഫി മാമ പോയ വഴിയാണ്, അല്ലെങ്കിൽ മാലിക്കി മാമ പോയ വഴിയാണ്, ഹംബലി മാമ. അതുപോലെ നമുക്ക് വഴിയല്ല, പറ്റൂല. നമ്മൾ ആ വഴിക്ക് പോകില്ല, നടക്കൂല. അഖീദ നമുക്ക് റബ്ബ് ആരാണ് എന്ന് അശ്അരി മാമ തിരിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ പള്ളിൻ്റെ അടിയാധാരത്തിൽ അത് പേര് എഴുതിയത്. മൂത്തേർത്ത പള്ളിൻ്റെ അടിയാധാരത്തിൽ അശ്അരി മാമിൻ്റെ പേരുണ്ട്. നിങ്ങളെ അടിയാധാരത്തിൽ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. മൂത്തേർത്ത പള്ളിൻ്റെ അടിയാധാരം ഉണ്ടാക്കിയത് എൻ്റെ വാപ്പയാണ്. അടിയാധാരം ഉണ്ടാക്കിയ എന്നെ കരുതി കൂട്ടി ഉണ്ടാക്കിയതാണ്. എല്ലാ സുന്നിയാൾ അടിയാധാരത്തിലൊക്കെ ഇവിടെ നമ്മളെ ഈ നാടുകളിലൊക്കെ കർമ്മശാസ്ത്രം ഷാഫി മാമിനനുസരിച്ചും വിശ്വാസ സരണി അബുൽ ഹസൻ അശ്അരി മാർഗം അനുസരിച്ചുമാണ് ഈ മഹല്ല് മുന്നോട്ട് പോകാൻ എഴുതിച്ചത്. ഖുർആൻ സുന്നത്തിന് എഴുതി കൂടെ. അത് ചേകനൂരിൽ പറഞ്ഞല്ലേ, അത് ഹവയാണ്. ഓരോരുത്തർക്കും പേക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഞാൻ ഖുർആൻ സുന്നത്ത് എന്നറിയില്ല. ഖുർആൻ സുന്നത്ത് തന്നെ. പക്ഷെ ആര് കണ്ട വഴി? ഈ ഖുർആൻ സുന്നത്തി നമുക്ക് മുമ്പ് കിട്ടിയല്ലോ ഇവിടെ. ഖുർആൻ സുന്നത്തും തന്നെ. പക്ഷെ അത് മുല്ലക്കോയത്തങ്ങൾക്ക് കിട്ടിയ വഴി അതേതാണ്? ഇത് വഹാബിയത്ത് തെറ്റാണെന്നുള്ളതാണ് ആ വഴി. അതല്ലേ മുഅ്മിനീങ്ങളുടെ മാർഗം? ആയിക്കോട്ടെ. മുല്ലക്കോയത്തങ്ങളെ വഴി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഷാഫി മാമിൻ്റെ വഴി, അല്ലെങ്കിൽ ഹനഫി മാമിൻ്റെ വഴി, മാലിക്കി ഹംബലി വഴി, അശ്അരി മാമിൻ്റെയോ മാതുരിദിൻ്റെയോ വഴി വിശ്വാസം വഹാബിയത്തോ തെറ്റാണ്. ഒരു എന്ത് പറഞ്ഞാലും വിശ്വസിക്കരുത്. ഒരു എന്ത് പറഞ്ഞാലും കലിമത്ത് നേര് പറഞ്ഞാലും ഉരീദ ബിഹൽ ബാത്തിൽ. അതിൻ്റെ ലക്ഷ്യം എന്താണ്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? ബാത്തിൽ പ്രചരിപ്പിക്കലാണ്. ഒരു സ്ത്രീൻ്റെ ഭാര്യയെ വിളിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നിങ്ങൾ തിജാനികൾ എന്താ പറയുക, നിങ്ങൾ തിജാനികൾ സലാത്തുൽ ഫാത്തി അല്ലാത്തൊരു സലാത്തും പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്ന്. അപ്പം അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണ ഉസ്താദ് പറഞ്ഞു തിജാനി ആകരുത്, അവർ സലാത്തുൽ ഫാത്തി അല്ലാത്ത സലാത്തിനൊക്കെ നിഷേധിക്കുന്നുണ്ട്. അങ്ങനെ പറയാൻ പറ്റൂല. നിങ്ങളെല്ലാം സലാത്തും ചെല്ലുന്നുണ്ട്. എൻ്റെ ഭർത്താവിന് അടക്കം ഉള്ള പരിപാടികളിലൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും ദാറുൽ ഖുർആനിലുണ്ട്. അതിൽ സലാത്തു താജുണ്ട്, സലാത്തുൽ നാരിയത്തുണ്ട്, സലാത്തുൽ എന്താ പറയുക മറ്റേ സലാത്തുൽ ഫാത്തിഹുണ്ട്, സലാത്തുൽ താജുണ്ട്, എല്ലാ സലാത്തും ഉണ്ട്. പിന്നെ അവസാനം നമ്മൾ ചെല്ലുന്ന സലാത്തുണ്ടല്ലോ, ആയതമ സലാത്തുണ്ട്. ഒക്കെ എൻ്റെ ഭർത്താവ് തിജാനിയാണ്, അവരൊക്കെ അത് ചെല്ലാറുണ്ട് എന്ന് മറുപടി കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ഞാനത് ഞങ്ങളെ ക്ലാസ് എടുക്കുന്ന ഉസ്താദിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങളെ ഉസ്താദ് അത് അംഗീകരിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ഞങ്ങൾക്ക് അത് പറ്റൂല. കുഴപ്പമില്ല, നിങ്ങളെ ഉസ്താദിനെ അള്ളാഹു അന്തം കൊടുക്കാത്തതാണ്. ഇത് പറഞ്ഞു നടക്കുക ഓരോരുത്തർ. എന്തായി പറയണത്? തോന്നിയാസ ആരെ പറ്റിയ പറയണത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്മദ് തിജാനി തങ്ങൾക്ക് നേരിട്ട് കൊടുത്ത തിജാനിയത്ത്. അതിലൊരു വാക്കൊരാൾ ഏറെ പറഞ്ഞാൽ ഓൻ്റെ കഥ കഴിയും. കാരണം അത്രയും വലിയ ആളുകളല്ല അവരൊക്കെ. അപ്പൊ എന്താ അവിടെ പ്രശ്നം അള്ളാഹ് തിരിച്ചു. എൻ്റെ ഈ മൂല്യം ഇപ്പോൾ ഓൻ്റെ ഉസ്താദ് ഞങ്ങൾ ഇന്ന ഉസ്താദ് പേരും പറഞ്ഞു, ഞാനിപ്പോൾ ആ പേര് പറയണില്ല എന്നേ ഉള്ളൂ. ആ പേരും വിളിച്ചു പറഞ്ഞു എൻ്റെ ഭാര്യയോട്, ഇന്നാലിന്ന ഉസ്താദ് അത് അംഗീകരിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ ചിന്തിച്ചോളി. ഇവരൊന്നും നാളെ അള്ളാഹിൻ്റെ അടുത്ത് നമ്മളെത്തുമ്പോൾ ഉണ്ടാവില്ല. കാലം ദുഷിച്ചിട്ടുണ്ട്.
കാലം ദുഷിച്ചാൽ എന്ത് ചെയ്യണം? അലൈക ബിഅസ്രി ഷജറ, മരക്കുറ്റിമ പിടിച്ചോ. ഏതാ മരക്കുറ്റി? മരക്കുറ്റി 3 ആണടാ മരക്കുറ്റി. 2 കുറ്റിയൽ ആയ എങ്കിൽ 3-ാമത്തെ കുറ്റിയും കൂടി ഉണ്ടാക്കണം. 3 കുറ്റിയുണ്ട് ഇസ്ലാമിൽ മരക്കുറ്റി. ഒന്നൽ ഇസ്ലാമു, ഒന്നൽ ഈമാനു, ഒന്നൽ ഇഹ്സാനു. ആ ഇഹ്സാൻ എന്ന മരക്കുറ്റി നമ്മൾ ആനനെ കൊണ്ട് മാന്തിയിട്ട് വലിച്ചെറിഞ്ഞിട്ട് കാലം കുറേയായി. അപ്പം അതിൻ്റെ അവിടെ അങ്ങോട്ട് മണ്ണിട്ട് നിറച്ചിട്ട് ഇനി പഞ്ചായത്ത് നാൾ വരെ തപ്പിയാൽ കിട്ടാത്ത കോലത്തിലാണ് ആ മരക്കുറ്റി വലിച്ചെറിഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിൽ 3 കുറ്റിയുണ്ട്. അൽ ഇസ്ലാമു വൽ ഈമാനു വൽ ഇഹ്സാൻ. അൽ ഇസ്ലാമു മദാഹിബാണ്, അൽ ഈമാനു അഖീദയാണ്, വൽ ഇഹ്സാനു അത്വരീഖത്തുകളാണ്, അത്തസവുഫു അത്തസ്കിയത്തു. എവിടെയെങ്കിലും പിടിക്കണം. ഇന്നോട്ടില്ല, എവിടെയാലും വേണ്ടില്ല, പിടിക്കണം. വെറുതെ ഇജ്ജ് ബതക്കണം. എനിക്ക് ഭൂമി ഉണ്ടെങ്കിൽ എനിക്ക് ഹൃദയം നിന്റെ ഭൂമിയാണ്. ഭൂമി ഉണ്ടോ ബതക്കണം, ഇല്ലെങ്കിൽ കള കയറി കിടക്കും, ആരാന്റെ കന്ന് വേയും. എന്നിട്ട് അതിൻ്റെ അടിയിൽ കള പറിച്ചുകൊണ്ടേയിരിക്കണം എല്ലാ ദിവസവും. അപ്പാ നെല്ല് വിളയും, അപ്പൊ അത് ഉപകരിക്കും. നിന്റെ ഭൂമിയാണല്ലോ, ഈ ആകാശ ഭൂമിയേക്കാൾ വലിയ ഭൂമിയാണ് നിന്റെ ഹൃദയം. അതിൽ ഇജ്ജ് ബതക്കണം. എന്താണ് വിതക്കേണ്ടത്? ഇഹ്സാന്റെ വിത്ത് വിതക്കണം. അപ്പൊ ഈ റബ്ബിനെ തന്നെ കാണും. എന്ത്? ഇതാണ് ഇഹ്സാന്. അത് നമ്മൾ 2 കുറ്റിമ്മ പിടിച്ചിട്ടുണ്ടെങ്കിൽ 3-ാമത്തെ കുറ്റി തൊട്ടിട്ടില്ല, വലിച്ചെറിഞ്ഞു. അൽ ഇഹ്സാൻ. ഇതിനാണ് തസ്കിയത്ത്, ഇതിനാണ് തസവുഫ്, ഇതിനാണ് ത്വരീഖത്ത്. എവിടെയെങ്കിലും പിടിച്ചോ, എവിടെ പിടിച്ചാൽ രക്ഷപ്പെടും. കാലം വളരെ അപകടത്തിലാണ്. അല്ലാഹു നമ്മൾ കാത്തു രക്ഷിക്കട്ടെ. ചിന്തിക്കണം. ഈ ആയത്ത് ബഹുമാനപ്പെട്ട പരിശുദ്ധമായ സൂറത്തുൽ അറാഫിലെ 146-ാമത്തെ ആയത്താണ് ഞാൻ ഈ പറയുന്നത്. വഹാബിന്റെ ക്ലിപ്പ് കിട്ടിയാലേ ഇവർക്ക് വിശ്വാസമാധാനം വരുള്ളൂ. സുന്നികൾക്ക് അതാ ഒരു വെറുതെ പറയില്ല. എന്തവർക്ക് ഈ സുന്നികൾക്ക് എന്തേ പറ്റിയത്? അള്ളാന്റെ ദൃഷ്ടാന്തത്തിന് തൊട്ട് അവരെ ശ്രദ്ധരായി. മറ്റോരോ വഹാബികളോ സബീലുൽ വഴികേടിന്റെ മാർഗമാണ്. ഇനി അത് വഴികേടിന്റെ മാർഗം അല്ലെങ്കിൽ നിന്റെ മൂത്താപ്പ വഴികെട്ടവനാണ്. ഈ കേരള ജനതയെ മുഴുവൻ ചതിച്ച മനുഷ്യൻ മൂലകോയത്തങ്ങളിരിക്കും. വഹാബികൾ ഒരിക്കലും ശരിയില്ല, ഓരോ മാർഗത്തിൽ പോകാൻ പാടില്ല. അവർ എന്ത് പറഞ്ഞാലും, അവർ ഹക്ക് പറഞ്ഞാലും വിശ്വസിക്കരുത്. അവർക്ക് ലക്ഷ്യം ബാത്തിലാണ് എന്ന് പറഞ്ഞിട്ട് വേറിട്ട് പോന്നിട്ട് ഉണ്ടാക്കിയില്ലേ കുത്തിത്തിരിപ്പിന് ഒരു സംഘടന. ഇവിടെ കേരളത്തിൽ ആദ്യം ഉണ്ടാക്കിയ സംഘടന സമസ്തയല്ല, കേരളത്തിൽ ആദ്യമായി ഉണ്ടാക്കിയത് വഹാബികൾ സംഘടനയാണ്. അതിന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതാണ് സമസ്ത. എന്തേ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ടി വന്നു? അത് തെറ്റിൻ്റെ മാർഗമാണ്. അപ്പോൾ അതിനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം. അപ്പം ഇത് ഹക്കായ മാർഗമാണ്. മനസ്സിലായില്ല? കേരളത്തിൽ ആദ്യം സംഘടന ഉണ്ടാക്കിയത് സുന്നികളല്ല, വഹാബികളാണ്. നമ്മളെല്ലാ പ്രസംഗത്തിലും അത് പറയുന്നത്. ഐക്യസംഘം എന്നൊരു സംഘടന ഉണ്ടാക്കിയപ്പോൾ അവർ വഹാബിയത്ത് പ്രചരിപ്പിച്ചപ്പോൾ നിർബന്ധപൂർവ്വം നമ്മൾ സമസ്ത ഉണ്ടാക്കാൻ നിർബന്ധിതരായി. അതിൽ കുത്തിത്തിരിപ്പാണല്ലോ. എന്തിനാ കുത്തിത്തിരിപ്പ്? അത് വാജിബായ കുത്തിത്തിരിപ്പാണ്. പരിസ്ഥിതി കുത്തിത്തിരിപ്പുണ്ട്, വാജിബായ കുത്തിത്തിരിപ്പുണ്ട്, സുന്നത്തായ കുത്തിത്തിരിപ്പുണ്ട്, ഹറാമായ കുത്തിത്തിരിപ്പുണ്ട്. വഹാബികൾ ഇവിടെ ജനങ്ങളെ നന്മക്കെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കി. അതാണ് സംഘടന. അപ്പൊ അതിനെ കുത്തിത്തിരിപ്പുണ്ടാക്കില്ല നമുക്ക് വാജിബായി. വഹാബികളുടെ കുത്തിത്തിരിപ്പാണ്. എന്ത്? ജനങ്ങൾ നല്ല നിലക്ക് ഇങ്ങനെ ജീവിച്ച് വന്നപ്പോൾ ഈ ജനങ്ങളെ നന്മക്കെതിരെ പാരമ്പര്യ പരിശുദ്ധ ഇസ്ലാമിന്റെ ട്രഡീഷണൽ ഹക്കായ തസവുഫിന്റെ മാർഗത്തിനെതിരെ കളിച്ചപ്പോൾ അവിടെ ഹക്കായിന് എന്ത് ചെയ്തു? ആ മാർഗത്തിനെ എതിരെ കളിച്ച് കള്ള സംഘടന ഉണ്ടാക്കിയപ്പോൾ ഹക്കായ മാർഗത്തിനെ വേറെ സംഘടന രൂപത്തിലാക്കൽ നിർബന്ധമായി. അവർ ചെയ്യുന്നൊക്കെ തെറ്റാന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ പറഞ്ഞത് ഓല് പറഞ്ഞതാണ് ശരി എങ്കിൽ ഈ നാട്ടിൽ പേപ്പിച്ച ആളാരാ? വഹാബികൾ ശരിയല്ല എന്ന്. അതല്ല, വഹാബികൾ ശരിയാണെങ്കിൽ കേരള ജനതയെ ചതിച്ച ആളാരാ? പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിം, വരക്കൽ മുല്ലക്കൊച്ചാലും ഷംസുലനമി. പിന്നെ ഇതിനെ എങ്ങനെ ഷംസുലന്മാരുടെ ആവശ്യം? ഒക്കെ പറയാൻ നിനക്ക് എന്താ അധികാരം? വഹാബികൾ പറഞ്ഞതും ശരിയാണ് എന്നാണ് ഇത് പറയണമെങ്കിൽ എനിക്ക് ഷംസുലമ എന്ന് പറയുന്നത് എന്ത് മാനുള്ളത്? ചാലിയത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് മാനുള്ളത്? കാരണം അതൊക്കെ ഈ നാടിനെ നശിപ്പിച്ച കള്ളന്മാരെ പേരല്ലേ നിനക്ക്. മറ്റോല് പറഞ്ഞത് മയക്കാണെങ്കിൽ ഇവര് പറഞ്ഞു നേരാണ്, മറ്റോ അതെന്നിങ്ങനെ അതിന് അമ്മായിക്കളി എന്നറിയാം. എപ്പോഴും സബീലുൽ വഹി ഉണ്ടാവും, വഴികേടിൻ്റെ മാർഗം. നമുക്ക് അല്ലാഹു തആല ബുദ്ധി തന്നിട്ടുണ്ട്. നമ്മൾ നേരായ വഴി കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസമല്ല. ഇപ്പം ഷാഫി ഇമാമ പോയ വഴി പോയിക്കോ, അള്ളാഹിനോട് പറഞ്ഞാൽ മതി.
ഇജെന്ത് ഷാഫീൻ്റെ വഴിക്ക് പോയി? ഇജല്ലേ പറഞ്ഞത് എന്ത് ഇജെന്ത് എന്ന് ഇപ്പം എൻ്റെ പരിശുദ്ധ ഖുർആനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിയാത്ത നിങ്ങൾ അറിവുള്ളവരോട് പറഞ്ഞിട്ട് ചോദിച്ചു ഓല് എന്താ പറഞ്ഞ് സ്വീകരിക്കണം? ഷാഫി ഇമാം പറഞ്ഞ് ഞാൻ സ്വീകരിച്ചു. എനിക്കതിനപ്പുറം എന്താ അറിയാന്ന് വെച്ചാൽ എന്ത് വിഷയമുണ്ടാവുക? മനസ്സിലായില്ല? അഹ്ലു ദിക്റിൽപ്പെട്ട ആൾ പറഞ്ഞതല്ലേ സ്വീകരിക്കാൻ പാടുള്ളൂ. ഈ അരമുറിയാനായ മൗലവി പറഞ്ഞ് എന്തിനാ സ്വീകരിച്ച്? അതിനെ അള്ളഹാനോട് പറയാൻ പറ്റുമോ? എൻ്റെ നാട്ടിൽ അരമുറിയൻ മൗലവി പറഞ്ഞ് ഞാൻ സ്വീകരിച്ചതാണ്. എടാ ഞങ്ങൾ ഷാഫി മാമ പറഞ്ഞ് സ്വീകരിച്ചാൽ ഓക്കെ, ഹനഫി മാമ സ്വീകരിച്ചു ഓക്കെ, അഹ്ലു ദിക്റിൽപ്പെട്ട ആളാണ്. ഇത് അബുൽ ഹസൻ അശാരി പറഞ്ഞാൽ സ്വീകരിക്കുക. എന്തുകൊണ്ട്? അത് അഹ്ലു ദിക്റിൽപ്പെട്ടതാണ് എന്ന് വഹാബിയെ പറയാതുള്ളൂ. ലോകം കണ്ട എല്ലാ മാന്മാർ പറഞ്ഞിട്ടുണ്ട് അബുൽ ഹസൻ അശാരി അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമായിരുന്നു. അപ്പൊ അള്ളാഹിനെ കോടതി പറഞ്ഞാൽ എന്താ അശാരി മാർഗത്തിൽപ്പെട്ടത്, അഖീദയിൽപ്പെട്ടത്? അഹ്ലു ദിക്റിൽപ്പെട്ട ഒരാൾ ഇതാ അഹ്ലു ദിക്റാണ് എന്ന് ചരിത്രം മുഴുവൻ രേഖപ്പെടുത്തിയ ഒരാൾ പറഞ്ഞ് ഞാൻ സ്വീകരിച്ചു, ഇത് രക്ഷപ്പെട്ടത്. എൻ്റെ നാട്ടിൽ വന്ന ഈ മുറിയ മൗലവി പറഞ്ഞ് എങ്ങനെ സ്വീകരിക്കുക? എന്താ അള്ളാഹിനോട് പറയാം? അഹമ്മദ് തിജാൻ തങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്താണ്. ഈ അഹ്ലു ദിക്റിൽ പെട്ട ആളാണ് എന്ന് കോടാന കോടി മുസ്ലിമീങ്ങൾ പിൽക്കാലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എന്തേ തിജാനി തരീഖത്തിൽപ്പെട്ടതു? 1230 വഫാത്തായ മനുഷ്യനെ പറ്റി പറയാത്ത നന്മ ലോകത്ത് കയ്യും കണക്കൂല്ല. ചിന്തിക്ക്. അങ്ങനത്തെ മാർഗത്തിൽപ്പെട്ട ഒരു മഹാനല്ലേ മഹാൻ പറഞ്ഞാൽ സ്വീകരിച്ചു. ലോകമൊക്കെ പറഞ്ഞു വലിയ മഹാനാണ്. വഹാബികളല്ല, ലോകത്തെ അഹ്ലുസുന്നന്റെ മഹാന്മാരൊക്കെ പറഞ്ഞു വലിയ ആളാണ്, വലിയ ആളാണ്. അപ്പൊ ആ പറഞ്ഞ ആൾ ഞാൻ സ്വീകരിച്ചു. അപ്പോഴും രക്ഷപ്പെടുമല്ലോ. ഇതൊന്നും പാടില്ല. ഇന്നത്തെ സുഹാബിയോ ഈ വഹാബി പറഞ്ഞ് കേട്ട് നടക്കുന്ന ഇന്നത്തെ തലേക്കെട്ടനോ പറഞ്ഞതനുസരിച്ച് നടന്നാൽ ഈ എവിടെയെങ്കിലും രക്ഷപ്പെടുക? അള്ളാഹിനെ കൂടുതൽ ഇവരൊക്കെ അഹ്ലു ദിക്റാണ്. അഹ്ലു ദിക്ർ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിച്ചോളൂ. ഇനി അഹ്ലു ദിക്റാണ്. ഇതൊക്കെ ഈ കണ്ടാണപ്പെട്ട ഒരു അഹ്ലു ദിക്റാണ്. മനസ്സിലാവണ്ട നിങ്ങൾക്ക് പറഞ്ഞത്? ഇതൊക്കെ മനസ്സിലാക്കണം. കാലം ദുഷിച്ചു പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കാലത്തിനല്ല കേട്, ഓരോ ജനതക്കും ആ ജനത ജീവിക്കുന്നതിനനുസരിച്ച സ്വഭാവമാണ് കാലത്തിനുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അള്ളാഹുവിന്റെ മാർഗം ഇൻഷാ അള്ളാഹ് വീണ്ടും പ്രഭാഷണങ്ങൾ ഉണ്ടാവും. 11 അടുത്ത ആഴ്ച പ്രസംഗിക്കും ഇൻഷാ അള്ളാഹ്. അപ്പൊ ഞാൻ ചിന്തിക്കണം, നേരായ മാർഗമാണ്. അള്ളാഹക്കായ മാർഗത്തിനെ അവലംബിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുക. എല്ലാം നന്നാക്കുക. റൂഹ് നന്നാക്കണം, ജസദ് നന്നാക്കണം, ഖൽബ് നന്നാക്കണം, ഇതൊക്കെ നന്നാക്കണം. അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ. ഇലാ ഹദ്റത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.